ഇന്ന് നമുക്ക് 4-ാം മാസം സ്കാനിങ് ആണ്. പക്ഷേ കുഞ്ഞൻ വരുന്നില്ല കേട്ടോ. എല്ലാ സ്കാനിങ്ങിനും കുഞ്ഞനുണ്ടാവും. പക്ഷേ ഇന്ന് വരുന്നില്ല. ആൾക്ക് ലീവില്ല. ലീവ് കൊടുത്തില്ല. അതുകൊണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ടൊക്കെയാണ് പോകുന്നത്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കുകയായിരുന്നു കുഞ്ഞനെ. പക്ഷേ ഈ ഒരു സമയത്ത് നല്ല ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കുഞ്ഞനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. കാരണം അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ എന്താ പറയുന്നതെന്നൊന്നും അറിയത്തില്ലല്ലോ. അതിൻ്റെ ഒരു ടെൻഷനാണ് ആകെ ഉള്ളത്. കാരണം 3-ാം മാസം സ്കാനിങ്ങിൽ ചെന്നപ്പോഴും ടെൻഷനായിരുന്നു. ഇനി 4-ാം മാസം സ്കാനിങ്ങിൽ നമുക്ക് നോക്കാം മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോഴും കുഞ്ഞിങ്ങനെ തിരിഞ്ഞ് കിടക്കുമായിരുന്നു, കമന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ട് ഫുള്ള് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ 2-3 വട്ടം കയറി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇറക്കി വിട്ടു അവർ. കുഴപ്പമൊന്നുമില്ല, പോയി ഫുഡ് കഴിച്ചിട്ട് വാ, ചിലപ്പോൾ അപ്പോഴത്തേക്ക് തിരിഞ്ഞൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴും കുഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു 4 വട്ടം സ്കാൻ ചെയ്തു. ഇതിൻ്റെ 4 വട്ടത്തിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൻ വന്നതിന് ശേഷം പിന്നെ സ്കാനിങ്ങിന് കയറിയപ്പോഴാണ് കുഞ്ഞൊന്ന് തിരിഞ്ഞു വന്നത്. അച്ഛനെ കണ്ടാലേ ഞാൻ തിരിയത്തുള്ളൂ എന്നുള്ള നിർബന്ധത്തിലായിരുന്നു തോന്നുന്നു കുഞ്ഞ്. കാരണം അന്നേരമാണ് ഒന്ന് തിരിഞ്ഞു വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ സ്കാനിങ്ങും കഴിഞ്ഞു, മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വരുന്ന വഴിക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു. വന്നൊന്ന് കുളി കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം